ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ, കർത്തൃമേശ അനുഷ്ഠിപ്പാനൊക്കെ ലഭിച്ച സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഹാൻലി ഫെബിയോടുകൂടെ നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയായല്ലോ. ഇവരൊക്കെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണ്. നമ്മുടെ മക്കൾ വിവാഹിതരാകുമ്പോൾ ഉണ്ടാകുന്ന അതേ സന്തോഷമാണ് നമുക്ക് ഉണ്ടാകുന്നത്. നമ്മുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്കറിയാം, മക്കൾ വിവാഹിതരായി കുടുംബസ്ഥരാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു പ്രത്യേകമായ സന്തോഷം. അത് സഭയിലെ കുഞ്ഞുങ്ങളും പ്രത്യേകിച്ച് ഈ കാലയളവിൽ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തിരുമല സഭയിൽ ജനിച്ചു വളർന്നവരാണ്. അത് വളരെ സന്തോഷകരമാണ്. ഇവിടെ ജനിച്ചു വളർന്ന ഒരു കുടുംബത്തിൽ ജനിച്ച് വളരുന്നത് പോലെ തന്നെ ഈ സഭയിൽ ആത്മീകമായും ഭൗതികമായും ഒക്കെ ജനിച്ച് വളർത്തപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിവാഹം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷകരമാണ്. അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജെയ്സൺ സോഹൻ പറഞ്ഞതുപോലെ ഗോസ്പൽ മീറ്റിനെ കുറിച്ച് അല്പമായ കാര്യം പറയേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മെയ് മാസം 1 തീയതി മുതൽ 4 തീയതി വരെയാണ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ വെച്ചാണ് ആ പ്രത്യേക മീറ്റിംഗ് അല്ലെങ്കിൽ ഗോസ്പൽ മീറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതിനകം തന്നെ പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ പരസ്യങ്ങൾ, പ്രാർത്ഥനാ സമ്മേളനങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലെക്സ് വയ്ക്കുന്ന ജോലി, ചുവരെഴുത്തുന്ന ജോലി, അതുപോലെ കാട്ടാക്കടയിൽ നിന്നും പുറപ്പെടുന്ന 5 ബസ്സുകളിൽ, സർക്കുലർ ബസ്സുകളിലൊക്കെ നമ്മൾ പരസ്യമായിട്ട് 3 സൈഡിലും അത് പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുപോലെ പല കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ വളരെ 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 ചടുലതയോടുകൂടെ യുവ സഹോദരന്മാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ കൊയറിന്റെ പ്രാക്ടീസ് വളരെ നാളുകളായിട്ട് വളരെ അടുക്കും ചിട്ടയോടും കൂടെ അതും പല സ്ഥലങ്ങളിൽ വെച്ച് കൊയർ പ്രാക്ടീസും നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രാർത്ഥനാ സമ്മേളനം ഈ മാസം 27 തീയതി മലയൻകീഴ് വെച്ച് വൈകുന്നേരം 6 മണി മുതൽ അടുത്ത ദിവസം രാവിലെ 6 മണി വരെ ഒരു മുഴുനീള പ്രാർത്ഥനാ യോഗം തന്നെ ക്രമീകരിച്ചിരിക്കുകയാണ്. അടുത്ത ഞായറാഴ്ചയാണ് ആ പ്രാർത്ഥനാ സമ്മേളനം നടക്കുന്നത്. മലയൻകീഴ് സഭാഹാളിൽ 6 മണിക്ക് ആരംഭിച്ച് അടുത്ത പ്രഭാതം 6 മണി വരെ ആ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. അതിലും സാവകാശമുള്ളവർക്ക് കടന്നു വന്ന് സംബന്ധിപ്പാനായിട്ട് കഴിയും. നാളെ മുതൽ 21 മുതൽ 24 വരെ വിവിധ ഭാഗങ്ങളിൽ ഇതിൻ്റെ ഒരു പരസ്യവും അല്ലാതെ പരസ്യയോഗങ്ങൾ എന്നുള്ള തലത്തിൽ പരസ്യയോഗങ്ങൾ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ 21 മുതൽ 24 വരെ 2 വാഹനങ്ങൾ 2 ഏരിയകളെ കേന്ദ്രീകരിച്ച് തിരുവനന്തപുരത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും, വിശേഷാൽ കാട്ടാക്കടയും അതിനോടനുബന്ധിച്ച നെടുമങ്ങാട്, കാട്ടാക്കട, അതുപോലെ നെയ്യാറ്റിൻകര, ഈ തിരുവനന്തപുരം ഈ കോർപ്പറേഷന്റെ ചില ഭാഗങ്ങൾ, അവിടെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരസ്യയോഗങ്ങളാണ്. 2 വാഹനങ്ങളിലായിട്ട് ഏതാണ്ട് 20 സഹോദരന്മാരാണ് അതിന് ബില്ലിംഗായിട്ട് മുന്നോട്ട് ഉള്ളത്. അതിൽ നിങ്ങൾക്ക് സഹകരിപ്പാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ സമീപിച്ചാൽ അതിന് സാവകാശം ഉണ്ടായിരിക്കുന്നതാണ്. 24 തീയതി വരെ അത് തുടരുന്നതാണ്. അതിനോടൊപ്പം തന്നെ നോട്ടീസ് കൊടുക്കുകയും നമ്മൾ ഇതിനായിട്ടൊരു ലഘുലേഖ ഇറക്കിയിട്ടുണ്ട്. ഈ ഒരു സുവിശേഷം അറിയിക്കുന്ന ഒരു ലഘുലേഖയും ഇതിനോടനുബന്ധിച്ച് ഇറക്കിയിട്ടുണ്ട്. അത് ഈ ദിവസങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ പരസ്യയോഗത്തോടുള്ള ബന്ധത്തിലും ഒക്കെ അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ ശരിക്കുമുള്ള യോഗം ആരംഭിക്കുന്നത് നമുക്കറിയാം 1 തീയതിയാണ്, മെയ് മാസം 1 തീയതി. എല്ലാ ദിവസവും 1 മുതൽ 4 വരെയാണ് യോഗങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാ ദിവസവും 6 മണി മുതൽ 9 മണി വരെയാണ് ഈ യോഗം നടക്കുന്നത്. ആദ്യം ഗാനശുശ്രൂഷയും തുടർന്ന് വചനപ്രഘോഷണവുമാണ് ഉദ്ദേശിക്കുന്നത്. ധാരാളം വിശ്വാസികളെയും അവിശ്വാസികളെയും നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഉൾഭാഗത്തുള്ള എല്ലാ ഭാഗങ്ങളിലുമുള്ള സ്ഥലം സഭകളിൽ അവിശ്വാസികളെ കൊണ്ടുവരാൻ തയ്യാറുള്ളവർക്ക് നമ്മുടെ ഇതിൽ തന്നെ വാഹനങ്ങൾ ക്രമീകരിച്ച് അവരെ കൊണ്ടുവരികയും കൊണ്ടുവിടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ കാട്ടാക്കട ഡിപ്പോയിൽ നിന്നും
ഇതിൻ്റെ സമയങ്ങളിൽ പ്രത്യേകമായ ബസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിപുലമായ ക്രമീകരണങ്ങളാണ് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സഹകരണം കൊണ്ട് അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. മെയ് 1 തീയതി രാവിലെ 9 മണി മുതൽ 1 മണി വരെ ഒരു മെഡിക്കൽ ക്യാമ്പുണ്ട്. അത് നമ്മുടെ തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ അവിടെ നിന്നുള്ള വിദഗ്ധ സംഘങ്ങൾ അടങ്ങുന്ന ഡോക്ടേഴ്സ്, നേഴ്സുമാര്, ലാബ് ടെക്നീഷ്യൻസ് അവരടങ്ങുന്ന ഒരു സംഘം കാട്ടാക്കട വരുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിൽ അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പുണ്ട്. ജനറൽ മെഡിസിനും പീഡിയാട്രിഷ്യൻ, ഡെർമറ്റോളജി, അതുപോലെ ഫ്രീ ആയിട്ട് ഷുഗർ നോക്കുന്ന, BP നോക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ സമയത്ത് നടക്കുന്നതാണ്. അതേസമയം തന്നെ ഒരു കൗൺസിലിംഗ് സെന്ററും അവിടെ ഉണ്ട്. ലഹരിക്ക് അടിമയായിട്ടുള്ളവരെ വിമുക്തരാക്കുന്നതിന്, മറ്റു ഫാമിലി പ്രോബ്ലംസ് നേരിടുന്നവർക്കുള്ള കൗൺസിലിംഗ്, അതിനായിട്ടൊരു കൗൺസിലിംഗ് സെന്ററും ആ ദിവസം അവിടെ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. 1 തീയതി രാവിലെ ആ 2 കാര്യങ്ങളും ആരംഭിക്കും. വിശേഷാൽ ആ പ്രസ്തുത സമ്മേളനത്തെ ഓർത്തും പ്രത്യേക ദൗത്യത്തെ ഓർത്തും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ 3 തീയതി ശനിയാഴ്ച ഒരു പ്രത്യേക മിഷണറി സമ്മേളനം, മിഷണറി ചലഞ്ച് കോൺഫറൻസ്, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മാൻ, അതാണ് ആ മിഷണറി കോൺഫറൻസിന്റെ തീം. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും. ആ തീമിനെ ബേസ് ചെയ്ത ഒരു മിഷണറി ചലഞ്ച് കോൺഫറൻസ് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് അറിയപ്പെടുന്നതിൽ 13 മിഷണറിമാര് നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഫാമിലി ആയിട്ട്. അവരെ 13 പേരെയും കുടുംബങ്ങളായിട്ട് ഞങ്ങൾ ഈ യോഗങ്ങളിലേക്കും അതുപോലെ ആ പ്രത്യേക മിഷണറി കോൺഫറൻസിലേക്കും ക്ഷണിച്ചിട്ടുണ്ട്. നമ്മുടേതായ എക്സ്പെൻസിൽ തന്നെ അവർ വരികയും അക്കോമഡേറ്റ് ചെയ്യപ്പെടുകയും അവരെ ഈ മിഷണറി കോൺഫറൻസിൽ പ്രത്യേകമായിട്ട് പങ്കെടുപ്പിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ സാക്ഷ്യമൊക്കെ നമുക്ക് കേൾക്കുവാനായിട്ടുള്ള സാവകാശമുണ്ട്. മാത്രവുമല്ല, ഈ തിരുവനന്തപുരം ഭാഗത്തുള്ള സുവിശേഷകന്മാർ, സുവിശേഷ തൽപരരായ യുവതി യുവാക്കന്മാരെയൊക്കെ അതിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. വിശേഷാൽ ആ മിഷണറി കോൺഫറൻസിനെ ഓർത്തും പ്രാർത്ഥിക്കണം. ഈ മിഷണറി കോൺഫറൻസിൽ വചനം സംസാരിക്കുന്നത് നമ്മുടെ പ്രിയ സഹോദരനായ സജി മാത്യു സഹോദരനാണ്. ആ സഹോദരനെയും വിശേഷാൽ പ്രാർത്ഥനയിൽ ഓർക്കുക. ഇങ്ങനെ പ്രത്യേകമായ ചില യോഗങ്ങളും ഇതിനോടനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. 4 തീയതിയാണ് അതിന്റെ സമാപനം. ആ സമാപന ദിവസം വചനം സംസാരിക്കുന്നത് ചാണ്ടപ്പിള്ള ഫിലിപ്പ് സഹോദരനാണ്. ആ ചാണ്ടപ്പിള്ള സഹോദരൻ ശനിയാഴ്ച തന്നെ നമ്മുടെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച രാവിലെ, ഞായറാഴ്ച 4 തീയതി നമ്മോടൊപ്പമാണ് പ്രിയ ദാസൻ ആരാധിക്കുവാൻ കടന്നു വരുന്നത്. അത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുക. കടന്നു വരുന്നത് 4 തീയതി, എൻ്റെ അടുത്ത ഞായറാഴ്ച കടന്നു വരുന്നത് നമുക്ക് ഏവർക്കും ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രിയദാസൻ ഈ ദിവസങ്ങളിൽ കടന്നുപോയ സാഹചര്യങ്ങൾ, വൈഷമ്യങ്ങളൊക്കെ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. വിശേഷാൽ തന്നെ ബലപ്പെടുത്തുവാൻ ആ കാട്ടാക്കട പ്രദേശത്ത് സുവിശേഷത്തിന്റെ മാറ്റമില്ലാത്ത ആ സന്ദേശം അത് പ്രഘോഷിപ്പാൻ തക്കവണ്ണം ഇടയാകണം. മറ്റു ദാസന്മാരെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ബിജു കാലടി, TP കനകരാജ്, സണ്ണി തോമസ് ഇവരൊക്കെയാണ് അവിടെ വചനം ഘോഷിക്കുന്നത്. അതിനെ ഓർത്ത് നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. 4 തീയതി ഞായറാഴ്ച പ്രത്യേകാൽ ചാണ്ടപ്പിള്ള ഫിലിപ്പ് സഹോദരൻ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. അതിനായിട്ട് ഒരുങ്ങുകയും നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കുകയും ചെയ്യാം. വേറെ പ്രത്യേകിച്ച് ഒന്നും അതിനോടനുബന്ധിച്ച് പറയാനായിട്ടില്ല. ജയ്സൺ പറഞ്ഞതുപോലെ സാമ്പത്തിക ചെലവ് വളരെ വലുതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലൊക്കെ ഉപരിയായ സാമ്പത്തിക ചെലവാണ് അതിൽ ഉള്ളത്. പന്തല് തന്നെ വലിയൊരു പന്തലാണ്. ഹാങ്ങിങ് റൂഫുള്ള ഒരു പന്തലാണ്, തൂണുകളൊന്നും ഇല്ലാത്ത. അത് തന്നെ ഏതാണ്ട് 2,40,000 രൂപയാണ് ആ പന്തലിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ സൗണ്ട് സിസ്റ്റം ആ പ്രദേശത്ത് ഏതാണ്ട് 1 കിലോമീറ്ററോളം ചുറ്റളവിൽ വിവിധ ജംഗ്ഷനുകളിൽ കേന്ദ്രീകരിച്ച് സൗണ്ട് സിസ്റ്റം വയ്ക്കുന്നുണ്ട്. അതിന് 1,40,40,000 രൂപയാണ്. അപ്പൊ ഇതിന് രണ്ടിനും തന്നെ എത്ര ചെലവെന്നുള്ള മനസ്സിലായി. 4 ദിവസം നടക്കുന്ന പരസ്യയോഗങ്ങൾക്ക് 1,4 ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത്. അത്രയാകും അവർക്ക് ഭക്ഷണം കൊടുക്കുവാനും അതിന്റെ സൗണ്ട് സിസ്റ്റം, മറ്റു ചെലവുകൾക്കെല്ലാം. പിന്നെ പരസ്യങ്ങളും അതിന്റെ പ്രിന്റിങ്ങും ഒക്കെ എന്തുമാത്രമാണ് എന്നുള്ളത് ഊഹിക്കാവുന്നുള്ള. മിഷണറി ചലഞ്ചിന് 13 ഫാമിലീസിനെ ഇവിടെ കൊണ്ടുവന്ന് അവരെ താമസിപ്പിച്ച് അവരുടെ ചെലവൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ചെലവുകളുണ്ട്. അതൊക്കെ ദൈവം നടത്തും. ദൈവത്തിന്റെ ഹിതകരമായ പ്രവർത്തനമാണെങ്കിൽ ആ വിശ്വാസത്തോടു കൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൽ യാതൊരു കുഴപ്പവും സംഭവിക്കില്ല എന്നുള്ള ഉറപ്പും ധൈര്യവും നമുക്കുണ്ട്. പ്രാർത്ഥനയുടെ പിൻബലം എല്ലാവരുടെയും ഉണ്ട്. അതുപോലെ തന്നെ ഈ സഭയിലെ പലരും ഇപ്പോൾ സഹകരിച്ചു കൊണ്ടിരിക്കുന്നു, സാമ്പത്തികമായിട്ടും ഒക്കെ. അതിനായിട്ടും ദൈവത്തെ സ്തുതിക്കുകയാണ്. അല്പസമയത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട്
ഒരു പ്രത്യേക വേദഭാഗം വായിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം, 1 Peter chapter 3 verse 15, 15-ാമത്തെ വാക്യമാണ് പ്രാരംഭമായിട്ട് ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1 പത്രോസ് 1 Peter chapter 3 verse 15. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. പത്രോസിന്റെ ലേഖനങ്ങൾ, 2 ലേഖനങ്ങളും വളരെ നല്ല ലേഖനങ്ങളാണ്. ഞാൻ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ അത് ധ്യാനിച്ച് പഠിപ്പാൻ തക്കവണ്ണിടയായ 2 ലേഖനങ്ങളാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിന്നിച്ചിതർപ്പെട്ട് താമസിക്കുന്നവരുമായ വിശുദ്ധന്മാർക്ക് എഴുതുന്ന ലേഖനങ്ങളാണ് ഈ 2 ലേഖനങ്ങൾ. ഞാനിവിടെ യൂദയുടെ ലേഖനം ധ്യാനിച്ചപ്പോൾ, ക്ലാസ് എടുത്തപ്പോൾ ഈ പത്രോസിന്റെ 2-ാം ലേഖനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അതിലൂടെ ചേർത്ത് ചിന്തിക്കുകയുണ്ടായി. ഈ ശരിക്കും പറഞ്ഞാൽ പത്രോസിന്റെ 2-ാം ലേഖനം പഠിച്ചപ്പോഴാണ് എനിക്ക് യൂദയുടെ ലേഖനം പഠിക്കണമെന്നുള്ള താല്പര്യം ഉണ്ടായി. അത് പഠിപ്പാൻ തക്കവണ്ണം ഇടയായി. പത്രോസിന്റെ 2-ാം ലേഖനം വിശേഷാൽ വളരെയധികം നല്ല 2 നല്ല ലേഖനങ്ങൾ തന്നെയാണ്. എന്നാൽ അതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും, ഈ 1-ാം ലേഖനത്തിന് ഞാൻ കൊടുത്ത പ്രധാനപ്പെട്ട ഒരു ഹെഡിങ് ഉണ്ട്, കഷ്ടതയിലും പാടുവാൻ. അത് വായിക്കുമ്പോൾ ഇങ്ങനെ ധ്യാനിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടങ്ങളിൽ നമുക്ക് സന്തോഷിപ്പാനുള്ള പ്രബോധനങ്ങളാണ് അതിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കഷ്ടതയിൽ പാടുവാൻ എന്നുള്ള ആ മുഖവരയോടുകൂടെ, ആ ഹെഡിങ്ങോടുകൂടെയാണ് ഞാനത് പഠിച്ച് അവസാനിപ്പിച്ചത്. 2-ാമത്തെ ലേഖനത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ വളർച്ചയെയും പോരാട്ടത്തെയും കുറിച്ച് എഴുതിയിരിക്കുന്ന ലേഖനമാണ്. സഭയിലെ ദുരുപദേഷ്ടാക്കളെ വെളിച്ചത്ത് കൊണ്ടുവന്ന് അവരെക്കുറിച്ച് വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതാണ് ഈ 2 ലേഖനങ്ങളിലും, പ്രത്യേകിച്ച് പത്രോസിന്റെ ലേഖനത്തിലെ പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശ്യം. ഈ 2-ാമത്തെ പത്രോസിൽ 2 പീറ്ററിൽ 16 പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന പ്രത്യേക പദമുണ്ട്, പരിജ്ഞാനം എന്നുള്ള പദം. പരിജ്ഞാനം അത് വളരെ പ്രത്യേകമായിട്ട് പഠിക്കുന്നത് തന്നെ നല്ലതാണ്. ഈ ലേഖനങ്ങളിൽ ഉടനീളം പരിശോധിച്ചാൽ തിരുവചനത്തിന്റെ ഉത്ഭവം, ലോകത്തിന്റെ ഉത്ഭവം, ലോകത്തിന്റെ നാശം, പുതിയ ആകാശം, പുതിയ ഭൂമി, ഇതിനെയൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ലേഖനമായിട്ടാണ് ഈ പത്രോസിന്റെ. ഞാനിതൊക്കെ പറയുന്നത് നിങ്ങൾ ഒന്ന് പഠിക്കട്ടെ, ഇതൊക്കെ അറിയുമ്പോൾ ആ ലേഖനം ഒന്ന് വായിക്കെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചാണ് ഇത്രയും വിശദമായിട്ട് ഞാനിത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 3 ലോകങ്ങളെക്കുറിച്ച് ഈ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്. 3 ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രളയത്തിന് മുമ്പുള്ള ലോകം, ഇപ്പോഴത്തെ ലോകം, വരുവാനുള്ള ലോകം, പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്ന ആ കാലം വരെയുള്ള ലോകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്കിതിന് കാണാനായിട്ട് സാധിക്കും. ദുരുപദേഷ്ടാക്കളെയും അവരുടെ സ്വഭാവങ്ങളെയും കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ക്രിസ്തീയ സ്വഭാവം വിശ്വാസികളിൽ വളർത്തിയെടുക്കുവാനായിട്ട് പത്രോസ് വിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. സഭയിലെ പ്രശ്നങ്ങൾ എടുത്തു പറയുന്നുണ്ട്. കുടുംബങ്ങളിലെ കാര്യങ്ങൾ, ഭാര്യ, ഭർത്താവ്, മക്കൾ, യജമാനൻ, ദാസൻ, ഇങ്ങനെയുള്ള ബന്ധങ്ങളെക്കുറിച്ച് നല്ല പ്രബോധനം നൽകുന്നുണ്ട്. 2-ാമത്തെ ലേഖനത്തിൽ നല്ല വിഷയങ്ങളാണ് ഉള്ളത്. വിശ്വാസത്തിൽ നാം വിശ്വാസത്തിൽ വളരണം, കൃപയിൽ വളരണം, പരിജ്ഞാനത്തിൽ വളരണം, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത പ്രതീക്ഷിച്ചുകൊണ്ട് സകല വിനയത്തോടും കൂടെ ജീവിക്കണം. യേശുക്രിസ്തുവിന്റെ പുനരാഗമനവും അതിന്റെ വിശ്വാസ്യതയും നമ്മളേവരും അറിയണം. കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് നാം ഒരുങ്ങണം. ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ നമുക്കതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഈ ലേഖനം നമുക്ക് ഏവർക്കും പഠിക്കുവാൻ ഇതൊരു പ്രേരകമായി തീരട്ടെ. അതിലെ 1-ാമത്തെ ലേഖനത്തിന്റെ ഒരു വാക്യമാണല്ലോ നാം വായിച്ചു കേട്ടത്. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. ഈ വാക്യത്തിൽ ധാരാളം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ എല്ലാമൊന്നും പറയാനുള്ള സമയം ഒരു ക്ലാസ്സോ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്നും തികയുന്നതല്ല. അതിലൊരു വിഷയം മാത്രം ഞാൻ അല്പമായിട്ട് പരാമർശിച്ച് പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മിലുള്ള പ്രത്യാശ ആ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്.
നിങ്ങളിലുള്ള പ്രത്യാശ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം നമ്മിലുള്ള പ്രത്യാശ. ഇനി ന്യായം ചോദിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഈ പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന കൂട്ടർ അവരാരാണ്? ആരാണ് ഈ ന്യായം ചോദിക്കുന്നത്, അതിനെക്കുറിച്ച് പരിഹസിക്കുന്നത്? അത് നമ്മൾക്ക് ഈ ലേഖനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അവർ വാദിക്കുന്ന ന്യായം എന്താണ്? അവർ എന്ത് ന്യായവാദങ്ങളാണ് ഈ പ്രത്യാശയ്ക്ക് എതിരെ അവർ ഉന്നയിക്കുന്നത്? മാത്രമല്ല, അതിന് പ്രതിവാദം നാം പറയണമെന്ന് നാം ഈ വാക്യത്തിൽ തന്നെ കാണുന്നുണ്ട്. മാത്രമല്ല, അത് എങ്ങനെയാണ് പ്രതിവാദം പറയേണ്ടത്? സൗമ്യതയും അവിടെ പറയുന്നത് ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറയണം. ഇനി ഈ പ്രതിവാദം എന്താണ് പറയേണ്ടതെന്ന് വരെ പത്രോസ് നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്നിട്ടൊന്നും പറയണ്ട. ദൈവവചനത്തിൽ തന്നെ ഇതെല്ലാം വ്യക്തമായിട്ട് രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. നമുക്കതിലേക്ക് തിരിയാം. നിങ്ങളിലുള്ള പ്രത്യാശ, അതാണ് ഞാൻ ഇന്ന് പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം. എ ബ്ലെസ്സഡ് ഹോപ്പ് ഇൻ യുവർ ലൈഫ്. നിങ്ങളിലുള്ള പ്രത്യാശ. നമ്മളിൽ പ്രത്യാശയുണ്ടോ? പിള്ളേരെല്ലാം ഉണ്ടല്ലോ അല്ലേ, മക്കളൊക്കെ? ഓക്കെ. നമ്മളിൽ പ്രത്യാശയുണ്ടോ? എന്താണ് ഈ നമ്മളിലുള്ള പ്രത്യാശ? നമ്മൾ പറയാം, പിന്നെ നമുക്ക് എല്ലാവർക്കും പ്രത്യാശയുണ്ടല്ലേ, എല്ലാവർക്കും പ്രത്യാശയുണ്ട്. എന്താ പ്രത്യാശ? കർത്താവായ യേശു ക്രിസ്തു നമ്മെ ചേർക്കാനായിട്ട് വരും. അത് തന്നെയാണ് പ്രത്യാശ. പക്ഷേ അതുപോരാ എന്നാണ് പത്രോസ് പറയുന്നത്. അങ്ങനെ ഒരു പ്രത്യാശ മാത്രം നമ്മുടെ ജീവിതത്തിൽ പോരാ. എന്താണ് നമ്മിലുള്ള പ്രത്യാശ? തിമോഥെയോസിന്റെ ലേഖനം, ഒന്നാമത്തെ ലേഖനം, 1-ാമത്തെ അധ്യായം, അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ എന്താണ് ഈ പ്രത്യാശ, നമ്മിലുള്ള പ്രത്യാശ എന്ന് അവിടെ പറയുന്നുണ്ട്. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശയായ യേശു ക്രിസ്തുവിന്റെയും കൽപ്പന പ്രകാരം യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോഥെയോസിന് എഴുതുന്നു. അവിടെ ഒരു പ്രത്യാശ. എന്താണ് ഈ പ്രത്യാശ എന്ന് പറയുന്നുണ്ട്. എന്താണ് അവിടുത്തെ പ്രത്യാശ? നമ്മുടെ പ്രത്യാശയായ ആരാ? യേശു ക്രിസ്തു. യേശു ക്രിസ്തു വരും എന്നുള്ളതല്ല, നമ്മളിൽ ഇരിക്കുന്ന പ്രത്യാശ എന്ന് പറയുന്നത് യേശു ക്രിസ്തു തന്നെയാണ്. അതാണ് നമ്മിലിരിക്കുന്ന പ്രത്യാശ. നമ്മിലുള്ള പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തുവാണ്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാമത്തെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ആ മർമ്മം എന്താണ്? ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. അപ്പോൾ നമ്മിൽ ഇരിക്കുന്ന, നമ്മിൽ അതിജീവിക്കുന്ന, നമ്മിൽ കുടികൊള്ളുന്ന പ്രത്യാശ എന്ന് പറയുന്നത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ പ്രത്യാശയാണ് നമ്മിൽ ഇരിക്കുന്നത്. ഇത് നമ്മൾ പലപ്പോഴും മറന്ന് പോകുന്നവരായിട്ട് നമുക്ക് കാണാൻ. തീത്തോസിന്റെ പല വാക്യങ്ങളുണ്ട്. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ നിത്യജീവന്റെ പ്രത്യാശ, നിത്യജീവന്റെ പ്രത്യാശ, മാത്രമല്ല രക്ഷയുടെ ശിരസ്ത്രമായ യേശു ക്രിസ്തു എന്ന പ്രത്യാശ, ഇങ്ങനെയുള്ള പല പ്രയോഗങ്ങൾ ഈ പ്രത്യാശയെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മിൽ ഉള്ള പ്രത്യാശ എന്ന് പറയുന്നത് യേശു ക്രിസ്തു വരും എന്നുള്ളത് പ്രത്യാശ വിഷയമാണ്. പക്ഷേ അതല്ല നമ്മുടെ പ്രത്യാശ. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിൽ യേശു ക്രിസ്തു ഉണ്ട് എന്നുള്ള ആ വിശ്വാസമാണ്. യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലാണ് നാം രക്ഷ പ്രാപിച്ചത്. അതുപോലെ തന്നെ യേശു ക്രിസ്തു നമ്മെ ചേർക്കുവാനായിട്ട് വീണ്ടും വരും എന്നുള്ള പ്രത്യാശ അതും നമുക്കുണ്ട്. ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയാണ്. അത് നമ്മിൽ ഇരിക്കുന്ന പ്രത്യാശയാണ്. ക്രിസ്തുവിന്റെ പുനരാഗമനം, അതൊക്കെ പ്രത്യാശയാണ്. അതൊക്കെ പ്രത്യാശ വിഷയങ്ങളാണ്. എന്നാൽ നമ്മിലിരിക്കുന്ന പ്രത്യാശ, നമ്മുടെ ഉള്ളിലുള്ള പ്രത്യാശ എന്ന് പറയുന്നത് എന്താണ്? യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണ്. ആ ചിന്തയോടുകൂടെ നമുക്ക് ജീവിക്കാം. പ്രത്യാശ എന്ന് പറയുന്നത് ദൈവശാസ്ത്രപരമായ ഒരു ഗുണമാണ്. പ്രത്യാശ എന്ന് പറയുന്നത് ഒരു തിയോളജിക്കൽ ക്വാളിറ്റിയാണ്, ദൈവശാസ്ത്രപരമായ ഒരു ഗുണമാണ്. അത് നിത്യനായ ദൈവത്തെയും നിത്യമായ ലോകത്തെയും പറ്റിയുള്ള നിരന്തരമായ വീക്ഷണമാണ് ഈ പ്രത്യാശ. നിത്യനായ ദൈവം, നിത്യമായ നമുക്കൊരു ലോകമുണ്ട്, അതിനെക്കുറിച്ചുള്ള നിരന്തരമായ ഒരു വീക്ഷണം, അതാണ് ഈ പ്രത്യാശ എന്ന് പറയുന്നത്. ഈ പ്രത്യാശയിൽ പ്രിയം വെച്ചവർക്ക് മാത്രമേ
ലോകത്തിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി, നമുക്ക് വേണ്ടിയല്ല. ലോകത്തിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ കഴിയുന്നത് ആർക്ക് മാത്രമാണ്? ഈ പ്രത്യാശയിൽ പ്രിയം വെച്ചവരാണ്. ഇനി ഈ ലോകത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവരുണ്ട്, അവർക്ക് ദൈവത്തിന് വേണ്ടിയും ചെയ്യാൻ പറ്റില്ല, ലോകത്തിന് വേണ്ടിയും ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് അതിന്റെ ഒരു തത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് നാം ഈ പ്രത്യാശയിൽ അനുദിനം വളർന്നു വരേണ്ടത് ആവശ്യമാണ്. ഈ പ്രത്യാശയെക്കുറിച്ച് അല്പം കൂടെ വിശദമായിട്ട് നമുക്ക് ഈ 1 പത്രോസിന്റെ തന്നെ 1-ാമത്തെ അധ്യായത്തില് 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അല്പം കൂടെ വിശദമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പത്രോസിന്റെ 1-ാമത്തെ ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 3-5. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം, ശ്രദ്ധിച്ചു കേൾക്കണേ, ഉഴപ്പിയിരിക്കരുത്, നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അടുത്തത് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ പ്രത്യാശയാണ്. വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശം ആകുന്ന പ്രത്യാശ. അതിനായിട്ടാണ് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രത്യാശയുടെ ആ ആഴം എത്ര വലുതാണ്! 3 വസ്തുതകളാണ് ഈ പ്രത്യാശയെക്കുറിച്ച് ആ 1-ാമത്തെ അധ്യായത്തില് 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. ഒന്നെന്താണ്? ഒന്നാമത്തത് ചേർന്ന് പറയുക, എല്ലാവരും ചേർന്ന് പറയുക, അല്ലെങ്കിൽ ചിലപ്പം ശ്രദ്ധ പോയാലോ. എന്താണ് 1-ാമത്തെ പ്രത്യാശയെക്കുറിച്ച് അവിടെ പറയുന്നത്? ഇത് ജീവനുള്ള പ്രത്യാശയാണ്. ലിവിങ് ഹോപ്പ്. ഇതൊരു ലിവിങ് ഹോപ്പാണ്, ജീവനുള്ളതാണ്. അടുത്ത 2-ാമതോടെ പറഞ്ഞെന്താണ്? അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയാകുന്ന പ്രത്യാശ. ഇറ്റ് ഈസ് ഇൻഹെറിറ്റൻസ് ഓഫ് ഹോപ്പ്. ശാരീരികമായിട്ടുള്ള രക്ഷയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 3-ാമത്തെ എന്താണ്? ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന അവകാശമാകുന്ന പ്രത്യാശ. അഷ്വറൻസ് ഓഫ് ഗോഡ്സ് പവർ. ഈ 3 കാര്യങ്ങളാണ് പത്രോസ് ലേഖനത്തിൽ പറയുമ്പോൾ പ്രത്യാശയെക്കുറിച്ച് ഉറപ്പിക്കുവാനായിട്ട് നമുക്ക് പറയുന്നു. 1-ാമത്തെ കാര്യം നമുക്കൊന്ന് ഓടിച്ചു നോക്കി പോകാം. ജീവനുള്ള പ്രത്യാശ. ഈ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പ്രത്യാശ, അല്ലെങ്കിൽ നമ്മുടെ പ്രത്യാശ ഭൗതികതയിൽ ഊന്നിയുള്ള പ്രത്യാശയെ അല്ല. ഭൗതികത, നമ്മുടെ ഈ ലോകത്തിൽ കാണപ്പെടുന്ന വസ്തുക്കളിലോ എന്തെങ്കിലും കാര്യങ്ങളിലോ ഊന്നിയുള്ള പ്രത്യാശയല്ല. അങ്ങനെയുള്ള പ്രത്യാശ ആരെങ്കിലും വച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ, അല്ലേ, നമുക്ക് അങ്ങനെ ലോകത്തിലുള്ള പ്രത്യാശയൊക്കെ ഉണ്ട്, അതൊന്നും വെടിയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ പ്രത്യാശയൊക്കെ ഏതോടെ തീരും? ഈ ലോകത്തുള്ള പ്രത്യാശ മരണത്തോടെ തീരും. എന്തൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ടെങ്കിലും, എന്തൊക്കെ പ്രത്യാശകളുണ്ടെങ്കിലും അതൊക്കെ നശിക്കും. എവിടം വരെ ഉള്ളൂ? അതൊക്കെ മരണം വരെ മാത്രമേ ഉള്ളൂ. മരണത്തോടെ മൺമറയുന്ന പ്രത്യാശയല്ല ഈ ജീവനുള്ള പ്രത്യാശ. ഇത് ശവക്കുഴിക്ക് അപ്പുറത്തേക്ക് പോകുന്ന പ്രത്യാശയാണ്. ശവക്കുഴിയിൽ കുഴിച്ചിടുന്ന അവസാനിക്കുന്ന പ്രത്യാശയല്ല നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രത്യാശ. അത് ശവക്കുഴിക്കും അപ്പുറത്തേക്ക് പോകുന്ന പ്രത്യാശയാണ്. ഇറ്റ് ഈസ് നോട്ട് പെരിഷബിൾ ഹോപ്പ്, ഇറ്റ് ഈസ് നോട്ട് പ്രോബബിൾ ഹോപ്പ്. നശിക്കുന്ന പ്രത്യാശയല്ല. ഇത് സംശയിക്കേണ്ട, സാധ്യതയുണ്ട് എന്ന് പറയത്തക്കുള്ള പ്രത്യാശയുമല്ല. എത്രയോ നല്ല പ്രത്യാശയമാണ് ഇത്, നശിക്കാത്തത്. ഇത് സാധ്യതകൾക്ക് അപ്പുറമായ പ്രത്യാശയാണ് ഈ പ്രത്യാശ. വീണ്ടും ജനനത്താലാണ് ഈ പ്രത്യാശ നമുക്ക് ലഭ്യമാകുന്നത്. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുന്നത് എപ്പോഴാണ്? യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോഴാണ്. അപ്പോൾ വീണ്ടും ജനനത്താലാണ് ഈ ലിവിങ് ഹോപ്പ്, ജീവനുള്ള പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുന്നത്. റോമർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഈ പ്രത്യാശയെ കുറിച്ച് പറയും. ജീവനുള്ള പ്രത്യാശ എന്ന് പറയുമ്പോൾ അവിടെ പൗലോസ് പറയുന്ന ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. കാരണം എന്താ? ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട
പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നമ്മുടെ ഹൃദയങ്ങളിൽ ഈ പ്രത്യാശ അങ്ങോട്ട് പകർന്നിരിക്കുക. ദൈവ സ്നേഹത്താൽ ഈ പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ വായിച്ചാല് ദ ഹോപ്പ് മേക്ക് നോട്ട് അഷെയിംഡ് എന്നാണ്. അഷെയിംഡ്, ഒരിക്കലും ലജ്ജിക്കാനായിട്ട് ഇടവരാത്ത പ്രത്യാശയാണ് ഈ പ്രത്യാശ. ഈ പ്രത്യാശ എന്ന് പറയുന്നത് മാനുഷിക സാധ്യതകൾക്കും അപ്പുറത്തുള്ള പ്രത്യാശയാണ്. ഞാൻ പലപ്പോഴും ഇവിടെ സൺഡേ ക്ലാസ് എടുത്തപ്പോഴൊക്കെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അതും കൂടെ ഈ പ്രത്യാശയെക്കുറിച്ച് പറയുമ്പം പറയാതെ പോകുന്നത് ശരിയല്ല. അബ്രഹാമിനെ കുറിച്ചാണ്. റോമർക്കെഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് അരുളി ചെയ്തതുപോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അഗൻസ്റ്റ് ഹോപ്പ്. He believed against hope. In hope he believed against hope. അങ്ങനെയാണ് ഇംഗ്ലീഷില്. That should become the father of a many nation, as he had been told, so shall you offspring be. എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഇതാണ് ശരിക്കും പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? മക്കളെ ശ്രദ്ധിക്കുക. അബ്രഹാമിന് എത്രാമത്തെ വയസ്സിലാ ഒരു മകൻ ജനിക്കുമെന്ന് പറഞ്ഞത്? ശ്രദ്ധയില്ലേ? മോളെ ശ്രദ്ധിക്കുന്നില്ലേ? എത്രാമത്തെ വയസ്സിലാ? 99, 99 വയസ്സുള്ളപ്പോഴാ. സാറയ്ക്ക് എത്രയാ വയസ്സ്? സാറയ്ക്ക് എത്രയാ വയസ്സ്? സൺഡേ ക്ലാസ്സിലൊന്നും പഠിപ്പിക്കുന്നില്ലേ? എന്താ മിൽബസോരി ഇതൊന്നും പഠിപ്പിക്കില്ലേ അവരെ? 90 വയസ്സ്. അവിടെ പറയുന്നുണ്ട്. യെസ്, 90. നോക്കിയേ, 99 വയസ്സ് അബ്രഹാമിന്, 90 വയസ്സ് സാറയ്ക്ക്. അപ്പോഴ് അവിടെ ആ സമയത്ത് പറയുകയാണ്, നിന്നെ ഞാൻ എന്ത് ചെയ്യും? നിന്റെ സന്തതി ഇവണ്ണമാകും, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും. ഒരു കൊച്ചു പോലും ഇല്ല, ഒരു കുഞ്ഞിക്കാല് പോലും ഇതുവരെ കാണാനായിട്ട് പറ്റാത്ത അബ്രഹാമിനോട് പറയുന്നത് അതാ ഇസ്മായേൽ അല്ല, നിന്റെ സന്തതി, വാഗ്ദത്ത സന്തതി നിനക്ക് ഉണ്ടാകും, ബഹുജാതികൾക്ക് നീ പിതാവാകും. ഇത് അബ്രഹാം വിശ്വസിച്ചു. എങ്ങനെ വിശ്വസിച്ചു? ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. 2 ആശയുണ്ട്, 2 ഹോപ്പ്. ഒന്ന്, ഒരിക്കലും സാധ്യമല്ലാത്ത ഹോപ്പ്. കാരണം എന്താ? വയസ്സൻ കിളവനായി, 99 വയസ്സായി, തൻ്റെ എല്ലാ ഞരമ്പുകളും നിർജീവമായി, പ്രവർത്തനരഹിതമാ. ഇനി സാറയെ നോക്ക്, സാറയ്ക്ക് 90 വയസ്സായി, അവളെ ഗർഭപാത്രമൊക്കെ നിർജീവമാ. മാനുഷികമായ സാധ്യതകൾ നോക്കിയാൽ, മാനുഷികമായ പ്രതീക്ഷ വെച്ച് നോക്കിയാൽ, പ്രത്യാശ വെച്ച് നോക്കിയാൽ നോ ഹോപ്പ്. മനസ്സിലാക്കുന്നുണ്ടല്ലോ? ഒരു പ്രത്യാശയുമില്ല. അത് ഭൗതികമായ പ്രത്യാശ വെച്ച് നോക്കുമ്പോഴാണ്. എന്നാൽ 2-ാമത്തെ പ്രത്യാശ, അവൻ ആശയോടെ വിശ്വസിച്ചു. അത് ആത്മീകമായ പ്രത്യാശയാണ്, അത് ആത്മീകമാണ്. അവൻ വിശ്വസിച്ചു, സംഭവിക്കും. ഇതാരാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. അതാണ് ഇവിടെ പറയുന്നത്, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവന്റെ ആദ്യത്തെ ആശ അവിടെ പറഞ്ഞിരിക്കുന്നത് ഭൗതികമായി നോക്കിയാൽ, മാനുഷികമായി നോക്കിയാൽ, ഈ ലോകപരമായി നോക്കിയാൽ ഒരു പ്രത്യാശയ്ക്കും വകയില്ല. എന്നാൽ ആത്മീകമായി നോക്കുമ്പോൾ അത് പ്രത്യാശ തന്നെയാണ്, സംഭവിക്കും എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള പ്രത്യാശയാകണം. എന്താ പ്രത്യാശ? ജീവിക്കുന്ന ദൈവത്തിലും ദൈവികമായ വാഗ്ദാനങ്ങളിലും വിശ്വസിക്കുന്നവർക്ക് മാത്രമേ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന പ്രത്യാശ ലഭിക്കുകയുള്ളൂ. അല്ലാത്തവർക്കൊന്നും കിട്ടില്ല കേട്ടോ. എന്താണ്? ജീവിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം വേണം, ദൈവിക വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കണം. അവർക്ക് മാത്രമേ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന പ്രത്യാശ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മള് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ എപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ട്. എന്താണത്? പറയുന്നേ, എല്ലാവരും ചേർന്ന് പറഞ്ഞോ. എന്താണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 നിലനിൽക്കുന്നു. ഇവയിൽ, പറയാം മക്കളെ, ഇവയിൽ
വലിയതോ സ്നേഹം തന്നെ. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. നോക്കിയേ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇതിനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ മാറ്റാനായിട്ട് പറ്റില്ല. ദൈവസ്നേഹം നമ്മിൽ വസിക്കുന്നില്ല എങ്കിൽ, ദൈവത്തിന്റെ സ്നേഹം നാം ആയിട്ടില്ല എങ്കിൽ പിന്നെ എന്താ വല്ല കാര്യമുണ്ടോ വിശ്വാസത്തിൽ? പിന്നെ പ്രത്യാശയുണ്ടോ ടിബി? ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ ആസ്വാദ്യമാക്കിയിട്ടില്ല എങ്കിൽ, ഈ സ്നേഹത്തിൽ നാം വന്നില്ല എങ്കിൽ പിന്നെ വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും ഒരു കാര്യവുമില്ല. മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സ്നേഹത്തെ വലുതാക്കി പറയുന്നത്. മാത്രമല്ല, വിശ്വാസവും പ്രത്യാശയും ഒരു സമയമാകുമ്പോൾ നിൽക്കുക. നമ്മൾ കണ്ടു കഴിയുമ്പം, കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ ഈ വിശ്വാസവും പ്രത്യാശയൊന്നും പിന്നെ വെച്ചു പുലർത്തേണ്ട ആവശ്യം. എന്നാൽ സ്നേഹം പിന്നെയും നിലനിൽക്കും. അതുകൊണ്ട് സ്നേഹം വലുതാ. ഇനി മറ്റൊരു കാര്യം, ഈ വിശ്വാസമില്ലാത്തവർക്ക് പ്രത്യാശ ഉണ്ടാവും. സ്നേഹമില്ലെങ്കിൽ രണ്ടുമില്ല. ഇനി വിശ്വാസമില്ലെങ്കിൽ പ്രത്യാശ ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രത്യാശ നമ്മൾ വസിക്കുന്നു. ഇത് ജീവനുള്ള പ്രത്യാശയാണ്. ജീവനുള്ള പ്രത്യാശയാണ്. ജീവനുള്ള പ്രത്യാശ. ഈ പ്രത്യാശയെക്കുറിച്ചൊക്കെ ധാരാളം കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഞാൻ സമയപരിധി ഉണ്ടെങ്കിൽ നിർത്തട്ടെ. അപ്പൊ ജീവനുള്ള പ്രത്യാശ, നമ്മിലുള്ള ഒരു പ്രത്യാശ എന്താണ്? ജീവനുള്ള പ്രത്യാശ. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് ഞാൻ കടന്നു വരട്ടെ. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയാകുന്ന പ്രത്യാശ. 4-ാം വാക്യത്തിൽ 1:4 റെഡി ടു ബി റിവീൽഡ് ഇൻ ദ ലാസ്റ്റ് ടൈം. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കുറച്ചുകൂടെ അത് ക്ലിയർ. റെഡി, ഇപ്പോഴേ തയ്യാറാ. ആ രക്ഷ അത് ഇപ്പോഴേ തയ്യാറാണ്. നമ്മുടെ ഉള്ളിലുള്ള പ്രത്യാശയുടെ ഉറപ്പാണിത്. ഈ പ്രത്യാശ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നല്ല, അത് സംഭവിച്ചിരിക്കുകയാ. അത് റെഡിയാണ്. ദൈവശക്തിയാൽ, ദൈവത്തിന്റെ പരമാധികാരത്തിൽ അത് ആക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രത്യാശയ്ക്ക് യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല. റെഡി ടു ബി റിവീൽഡ്, തയ്യാറായിരിക്കുക. ഇനി തയ്യാറാകുമെന്നല്ല. പ്രിയമുള്ളവരെ, ഇതാണ് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന പ്രത്യാശ. അത് ശാരീരികമായ രക്ഷയെക്കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത്. ഇയ്യോബിന്റെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഒന്ന് ഇതിനോടുള്ള ബന്ധത്തിൽ ഓർത്തു പോകുന്നത് നല്ലതാണ്. ഇയ്യോബിന്റെ പ്രത്യാശയിൽ നിന്നും ഇയ്യോബിനെ വീഴ്ത്തുവാനായിട്ട് സാത്താൻ കിണഞ്ഞു പരിശ്രമിച്ചു, അല്ലെ? ഭയങ്കരമായിട്ടുള്ള എഫർട്ട് എടുത്തു. സാത്താനാൽ കഴിയുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ ദൈവം അനുവദിച്ച എല്ലാ കാര്യങ്ങളും ഇയ്യോബിനോടുള്ള ബന്ധത്തിൽ ചെയ്തു. ഭാര്യയിലൂടെ പ്രവർത്തിച്ചു, അല്ലെ? ഭാര്യയിലൂടെ പ്രവർത്തിച്ചു. ആ ചാരത്തിലിരുന്ന് ചൊരണ്ടി വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇയ്യോബിന് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. എന്താ പറഞ്ഞത്? ഇനിയും നിന്റെ ഭക്തി നീ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ഈ ദൈവത്തെ തള്ളി പറഞ്ഞിട്ടേ നീ ഒന്ന് മരിച്ചു കളക. ഞാനത് പറയുന്നത് ഈ ഇയ്യോബിന്റെ ഭാര്യയ്ക്ക് ഇയ്യോബിനോടുള്ള അതിസ്നേഹം കൊണ്ടാണ് അത് പറഞ്ഞത്. ഈ ഇരുന്ന് കഷ്ടപ്പെടുന്നത് ഇയ്യോബിന് ഭാര്യയ്ക്ക് കാണാൻ വയ്യ. അഥമായ ഒരു അവസ്ഥയിലായിപ്പോയി. നീ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് കാണാനായിട്ട് വയ്യ. മാത്രമല്ല, നീ ഇങ്ങനെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുകയാണല്ലോ. ഈ അവസ്ഥയിലും നിന്റെ ഭക്തി നീ കളഞ്ഞില്ലല്ലോ. ഈ യോബ് പറഞ്ഞ കാര്യം യോബിന്റെ പുസ്തകം 13:15 പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അവൻ എന്നെ കൊന്നാലും, ആരാ? ദൈവം. അവൻ എന്നെ കൊന്നാലും, അടുത്ത് പറയണെന്താ? ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. മാത്രമല്ല, ഞാൻ എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും. Though he slay me, I will hope or trust in him. Yet I will argue my ways in his face. ഓ, എത്ര ഭയങ്കരമാണ്! അവൻ എന്നെ കൊന്നാലും അവനെ തന്നെ കാത്തിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ പ്രത്യാശയെ, എന്റെ ഹൃദയത്തിലുള്ള ഈ പ്രത്യാശ, എന്നിലുള്ള ഈ ഭക്തി ആര് വിചാരിച്ചാലും
നമ്മളിങ്ങനെ പറയുന്നത് ശരിയാണോന്ന്? ദൈവം വിചാരിച്ചാലും എന്ന് പറയാം അല്ലേ. അവൻ എന്നെ കൊന്നാല് ശരി, ഞാനിത് വിടുകയില്ല. ഇനി 19-ാമത്തെ അധ്യായം, യോബിന്റെ 19-ാമത്തെ അധ്യായം 25-26 വാക്യങ്ങളിൽ അവിടെ പറയുന്നുണ്ട്, എന്നെ വീണ്ടെടുക്കുന്നവൻ, അവന്റെ പ്രത്യാശയെ കുറിച്ച് പറയുക, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും എന്ന് ഞാൻ അറിയുന്നു. അടുത്തത് വളരെ വളരെ ഹൃദ്യമാണ്. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ദേഹസഹിതനായി ഞാൻ അവനെ കാണും. എന്നിട്ട് എടുത്തു പറയുകയാണ്, അന്യനല്ല, സ്വന്ത കണ്ണ് അവനെ കാണും. അതാണ് ദേഹത്തിന്റെ രക്ഷ. ആത്മാവിലെ കണ്ണൊന്നുമല്ല, അന്യ കണ്ണൊന്നുമല്ല. എനിക്കവനെ കാണുവാനുള്ള ഒരു കണ്ണുണ്ടാകും. എനിക്കവന്റെ സന്നിധിയിൽ നിൽക്കുന്നതിനുള്ള ഒരു ശരീരം അവൻ ലഭിക്കും. അവൻ അവസാനം ഈ ഭൂമിയിൽ പൊടിമേൽ നിൽക്കുന്നവനാണ്. രാജാതി രാജാവായി, കർത്താതി കർത്താവായി, സകലത്തെയും ഭരിക്കുന്ന ഭരണകർത്താവായിട്ട് അവൻ ഈ പൊടിമേൽ നിൽക്കുമ്പോൾ എന്റെ കണ്ണ് തന്നെ, ഇപ്പോൾ എനിക്ക് കാണുവാൻ കഴിയാത്ത കണ്ണ് അവൻ കാണാൻ കഴിയില്ല എങ്കിലും അവനെ കാണുവാൻ കഴിയുന്ന ഒരു കണ്ണും അവന്റെ സന്നിധിയിൽ നിൽക്കുവാൻ കെൽപ്പുള്ള ഒരു ശരീരവും അവൻ എനിക്ക് നൽകും. ഇതാണ് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നത്. ഈ യോബിലുണ്ടായിരുന്ന പ്രത്യാശയുടെ ഉറപ്പ്, ഇത് നമ്മുടെ ഏതൊരു ദൈവ പൈതലിന്റെയും ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ കഷ്ടതകളിലൊക്കെ നമുക്ക് പാടുവാനായിട്ട് കഴിയും അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഷ്ടതയിലും പാടുവാൻ. ഈ ഒരു ഉറപ്പും ഈ ഒരു ധൈര്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചും ദൈവികമായ പ്രത്യാശയെക്കുറിച്ചും നമുക്കുണ്ടെങ്കിൽ കഷ്ടതയിലും നമുക്ക് പാടുവാനായിട്ട് കഴിയും. ഇത് ആത്മീകമായ ഒരു രക്ഷ മാത്രമല്ല, ശാരീരികമായ രക്ഷയും കൂടെയാണ്. എന്നാൽ മറ്റൊരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, ആത്മാവിന്റെ രക്ഷ പ്രാപിക്കാത്തവർക്ക് ഈ ശാരീരികമായ രക്ഷ ലഭിക്കില്ല, ഒരിക്കലും ലഭിക്കില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആത്മാവിന്റെ രക്ഷ പ്രാപിച്ചവരാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ആത്മരക്ഷ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിലൂടെ നമുക്കൊരുക്കപ്പെട്ട ആ ആത്മീക രക്ഷ നീ പ്രാപിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾ പ്രാപിച്ചിട്ടില്ല എങ്കിൽ ഈ ശാരീരികമായ രക്ഷയും പ്രത്യാശയും നിനക്ക് അനുഭവവേദ്യമാകയില്ല എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇതാണ് ഈ പ്രത്യാശ നമുക്കെല്ലാവർക്കും ഉണ്ട്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 2-3 വാക്യങ്ങളിൽ ഈ പ്രത്യാശയെക്കുറിച്ച് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നുള്ളത് വളരെ വളരെ നല്ല കാര്യങ്ങളാണ്. എന്താ പറയുന്നത്? 1 John chapter 3 verse 2 and 3. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. അടുത്തത് ചേർന്ന് വായിച്ചോ എല്ലാവരും. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അടുത്തത് ചേർന്ന് വായിച്ചേ. അവൻ, ആർക്കും എടുത്തില്ലേ? എല്ലാവരും എടുത്തില്ലേ? 1 John chapter 3 2 and 3. അടുത്ത വാക്ക്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ, വാക്യം പ്രതി വാക്യമായിട്ട് വായിക്കുമ്പോൾ മാത്രമേ നമ്മളെല്ലാവരും വാ തുറക്കുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ. അല്ലാതെ ഇവിടുന്ന് കുറച്ച് വായിക്കുന്ന കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ധൈര്യത്തിനും നമ്മുടെ എല്ലാത്തിനും നല്ലതാ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാർ ആകും എന്ന് നാം അറിയുന്നു. അതിനാൽ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ കയറി പറഞ്ഞു. യേശു ക്രിസ്തുവിന്റെ പ്രത്യാശയും മടങ്ങി വരവിനെയും കുറിച്ച് പുതിയ നിയമഭാഗങ്ങളിൽ പറയുന്നിടത്തെല്ലാം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കും. നിങ്ങൾ അതുകൊണ്ട് എന്തായിരിക്കണം? നിങ്ങൾ എങ്ങനെയാകണം ഇല്ലേ? നമ്മൾ കർത്താവ് തൻ ഗംഭീരനാഥത്തോട് ആ വാക്യം പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ഈ വചനം കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളണം. ഇവിടെ അവസാനം പറഞ്ഞു, അതെന്റെ വിഷയമല്ല, എന്നാൽ ഞാൻ പറഞ്ഞു പോകട്ടെ. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നിങ്ങളെല്ലാവരും നിർമ്മലന്മാരാകണം. പക്ഷേ അതിനൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണും. കർത്താവായ യേശു ക്രിസ്തുവിനെ താനിരിക്കും പോലെ കണ്ട ആരെങ്കിലും ഉണ്ടോ ഇതുവരെ? എന്താ ഹർമനെ? കർത്താവായ യേശു ക്രിസ്തു താനായിരിക്കുന്ന രീതിയിൽ കണ്ട ആരെങ്കിലും ഉണ്ടോ? ഇന്ന് സ്വർഗത്തിൽ ആയിരിക്കുന്ന തരത്തിൽ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല.
സ്തെഫാനോസ് കണ്ടു എന്ന് പറയുന്നു, പക്ഷെ സ്വർഗം തുറന്നിരിക്കുന്ന ദൈവത്തിന് വലത്താൽ നിൽക്കുന്നത് കണ്ടു. അത് മരിക്കുന്ന ആ സമയത്താണ് അല്ലേ, അപ്പോഴും കണ്ടതായിട്ടുള്ള കാഴ്ച പറയുന്നുണ്ട്. പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെ കണ്ടു? താനായിരിക്കുന്നത് പോലെ കണ്ടോ? അത് ഈ ശരീരത്തോട് ഒരിക്കലും കാണാനായിട്ട് പറ്റില്ല. നമ്മുടെ പ്രത്യാശ, നമ്മുടെ ശാരീരികമായ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്, നാം എന്തിനു വേണ്ടി ഈ ശരീരത്തിന് മാറ്റം തരുന്നു, ഈ ശരീരത്തെ തന്റെ രൂപത്തോട് അനുരൂപമാക്കി തീർക്കുന്നത് എന്തിനാണ്? ഈ ശരീരവും കൊണ്ട് നമുക്കൊരിക്കലും ദൈവസന്നിധിയിൽ നിൽക്കാനായിട്ട് കഴിയുകയില്ല, ഒരിക്കലും നിൽക്കാനായിട്ട് കഴിയുകയില്ല. നാം യേശു ക്രിസ്തുവിനോട് സദൃശ്യന്മാരായി തീർന്നതിന് ശേഷമാണ് നമ്മെ എടുക്കുന്നത്. ഈ ശരീരത്തോടെ എടുത്തിട്ടല്ല സദൃശ്യന്മാരാക്കി തീർക്കുന്നത്. നമ്മെ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ശരീരത്തെ തന്റെ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുകയാണ് അല്ലേ? അങ്ങനെയാണ് 1 കൊരിന്ത്യർ 15:50 പറയുന്നുണ്ട്, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല, നാം അവന്റെ രൂപത്തോട് അനുരൂപമാകും. ഫിലിപ്പിയർക്ക് ലേഖനം 3:21 പറയുന്നുണ്ട്, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇതാണ് ശാരീരികമായ രക്ഷ. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. റോമർക്കെഴുതിയ ലേഖനം 8:9 അവന്റെ രൂപത്തോട് അനുരൂപരാകുവാൻ നാം മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതെല്ലാം റെഡിയാ, ഇപ്പോഴെ റെഡിയാ. 1 കൊരിന്ത്യർ 15:49 നാം സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. കൊലോസ്യർ 3:4 നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും, തേജസ്സിൽ വെളിപ്പെടും. ഇതാണ് ശാരീരികമായ രക്ഷ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രത്യാശ എത്ര സുന്ദരമാണ്, എത്ര മഹത്തരമാണ്. ഇത് ജീവനുള്ള പ്രത്യാശയാണ്. മാത്രമല്ല, ഈ ശരീരം രോഗവും ദുഃഖവും പ്രയാസവും കണ്ണുനീരും പോരായ്മകളും എന്തൊക്കെ രോഗങ്ങളാണ് ഈ ശരീരത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ശരീരത്തെ നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന കാലം അതിവിദൂരമല്ല എന്നുള്ളത് നാം അറിഞ്ഞുകൊണ്ട് ഇവിടത്തെ ക്രിസ്തീയ ജീവിതം നയിക്കണം. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നാമും നമ്മെ തന്നെ നിർമ്മലീകരിക്കേണ്ടത് ആകും. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗവും വിടട്ടെ. മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തെ പ്രത്യാശയെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ആ ഭാഗത്ത് തന്നെ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന അവകാശം. അവിടെ ഇംഗ്ലീഷ് വായിച്ചാൽ ഇൻഹെറിറ്റൻസ് kept by the power of God and reserved in heaven. അങ്ങനല്ലേ? റിസർവ്ഡ് ഇൻ ഹെവൻ. ഇവിടെ അവകാശം എന്നാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഇംഗ്ലീഷിൽ പറയുന്ന ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻഹെറിറ്റൻസും നമ്മുടെ പൊസഷൻസ് തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞത്? ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ അത് അവകാശം തന്നെ. പക്ഷേ അതിൽ നമ്മുടേതായ ഒരു പ്രയത്നവും നമ്മുടേതായ ഒന്നും ഇല്ല. നമുക്ക് നമ്മൾ വില കൊടുത്ത് ചില അവകാശങ്ങൾ നമുക്ക് കൈമുതലാക്കാനായിട്ട് കഴിയും അല്ലേ? ഇവിടെയുള്ള ഭൗതികമായ കാര്യങ്ങൾ. എന്നാൽ ഇതങ്ങനെയൊന്നും പറ്റില്ല. നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ കൊണ്ട് വില കൊടുത്തോ ഒന്നും പ്രവർത്തികൾ കൊണ്ടോ ഒന്നും ഈ പ്രത്യാശ നമുക്ക് കൈമുതലാക്കുവാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടേതല്ലാത്ത നമ്മുടെ അധ്വാനമോ പ്രവർത്തികളോ ഒന്നും ഇല്ലാതെ നമുക്ക് നൽകുന്നതാണ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ അവകാശം. ഈ അവകാശത്തിന് മറ്റൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. എന്താണ് ഈ അവകാശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇതിന് ക്ഷയമില്ല, വാട്ടമില്ല, മാലിന്യമൊന്നും ഇല്ല. മാത്രമല്ല ഇതൊരു ഉറപ്പായ കാര്യമാണ്. ഇതാണ് നമ്മുടെ പ്രത്യാശയുടെ അഷ്വറൻസ് ഓഫ് സാൽവേഷൻ എന്ന് പറയും പോലെ നമ്മുടെ പ്രത്യാശയുടെ ഉറപ്പും ഇത് തന്നെയാണ്. ദൈവമുള്ളവരായിട്ട് തീർന്നവർക്ക് മാത്രമേ ഈ പ്രത്യാശയിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയുള്ളൂ എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. എഫേസ്യരുടെ ലേഖനം 1:14 തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാ മുദ്രയിട്ടിരിക്കുന്നത്?
അവിടെ പറയുന്നുണ്ട് ഇൻഹെറിറ്റൻസ്. അവിടെ അവകാശം എന്ന് പറഞ്ഞിരിക്കുന്നിടത്തും ഇംഗ്ലീഷിൽ നോക്കിയാൽ എന്ത് തന്നെയാണ്? ഇൻഹെറിറ്റൻസ് തന്നെയാണ്. ഇൻഹെറിറ്റൻസ്. അപ്പം അവകാശത്തിന്റെ അച്ചാരം ഉണ്ടോ? നമ്മുടെ ഹൃദയങ്ങളിലുണ്ടോ അവകാശത്തിന്റെ അച്ചാരം? എന്താണ് അവകാശത്തിന്റെ അച്ചാരം? പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് ഇടപെട്ടിരിക്കുന്നത് ഇത് നമുക്ക് ഉറപ്പാണ്. അഷുറൻസ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ പ്രത്യാശയുടെ ഉറപ്പാണ് ഈ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ കാര്യം. 1 പത്രോസ് 1:4 നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി, അവിടെയും ഇൻഹെറിറ്റൻസ്, സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ദൈവശക്തിയിൽ കാക്കപ്പെടുന്നതാണ്. ബൈ ഗോഡ്സ് പവർ ആർ ബീയിങ് ഗാർഡഡ്. ദൈവശക്തിയാൽ കാക്കപ്പെടുന്നു. ഇത് ക്ഷയിക്കാത്തതാണ്, ഇൻപെരിഷബിൾ ആണ്. മാത്രമല്ല ഇത് മാലിന്യം തട്ടാത്തതാണ്, അൺഡിഫൈൽഡ് ആണ്. മാത്രമല്ല വാട്ടം സംഭവിക്കാത്തതാണ്, അൺഫെയ്ഡിങ് ആണ്. ഓ, എന്തൊരവകാശമാണ്! ഇവിടെയുള്ള അവകാശങ്ങളൊക്കെ കുറെ കാലം കഴിയുമ്പോൾ എല്ലാം ക്ഷയിക്കും. അവിടെ വീട് മെയിൻ്റെനൻസ് ചെയ്യുന്നു, അത് ചെയ്യുന്നു, എത്ര ലക്ഷമാണ് ഓരോ വീട് പിന്നെ മെയിൻ്റെനൻസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കായിട്ട് അവിടെ സൂക്ഷിച്ചിരിക്കുന്ന, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ അവകാശം ഉണ്ടല്ലോ, അത് ഉറച്ച അവകാശമെന്ന് മാത്രമല്ല, അതിനൊരു ഫെയ്ഡ് അത് നല്ല ആ കാറ്റിരിക്കുന്നു, ഒരു മങ്ങൽ പോലും അതിന് സംഭവിക്കില്ല. എത്ര നല്ലതാണ്! ഈ പ്രത്യാശ ഹൃദയത്തിൽ ഉള്ള ഏവർക്കും ഒരുക്കം ആവശ്യമാണ്. ഇനി ഈ പ്രത്യാശയെക്കുറിച്ചുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പ്രത്യാശയെക്കുറിച്ച് നമ്മൾ എബ്രായർക്കെഴുതിയ ലേഖനം, ഇന്ന് ഈ പുസ്തക പ്രകാശനം നടത്താനായിട്ട് പോകുന്ന എബ്രായർ ലേഖനം, അത് വളരെ ആഴമായിട്ടുള്ള പഠനമായിരിക്കും. ഞാൻ പറയുന്നത് എത്രത്തോളം അത് ശരിയാകുമെന്നുള്ളത് അറിയില്ല, എന്നാലും ഭയത്തോടു കൂടിയാണെങ്കിലും ഞാനത് പറയട്ടെ. എബ്രായർക്കെഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഈ പ്രത്യാശയെക്കുറിച്ച്, എബ്രായർ ലേഖനത്തിൽ ധാരാളമുണ്ട്, എന്നാൽ ഈ 6-ാമത്തെ അധ്യായത്തിന്റെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഈ പ്രത്യാശയെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? അവിടെ പറയുന്ന എന്താണ്? പുരോഹിതൻ മൽക്കീസേദെക്കിന് സദൃശ്യനായി ഉദിക്കുന്നുവെങ്കിൽ, അതല്ലേ, സോറി, മാറിപ്പോയി. 6-ാമത്തെ അധ്യായം 18 മുതൽ 16 മുതൽ, തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത്, ആണ് അവർക്ക് ഉറപ്പിനായി സകല വാദത്തിന്റെയും തീർച്ചയാകുന്നു. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു. അങ്ങനെ നമ്മുടെ മുമ്പിൽ വച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതും ആകുന്നു. അവിടേക്ക് യേശു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി പ്രവേശിച്ചിരിക്കുന്നു. നോക്കിയേ, ഈ പ്രത്യാശയെക്കുറിച്ച് എബ്രായ ലേഖകർത്താവ് പൗലൂസ് വളരെ 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 ആഴമായ നിലകളിലാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് എന്താ? ഒരു ആണയാൽ ഉറപ്പ് കൊടുത്തു എന്നാണ്. ആണയാൽ, അത് മാനുഷികമായ രീതിയിൽ പറയുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും ആണയാൽ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് പറഞ്ഞ കാര്യമാണ്, വസ്തുത ഉറപ്പിക്കുകയാണ്. അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണ്. ഇവിടെ മാറിപ്പോകാത്ത 2 കാര്യങ്ങൾ എന്തൊക്കെയാ? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും മാറിപ്പോകയില്ല. വ്യത്യസ്തമായ വ്യാഖ്യാനമാണെന്ന് എനിക്കറിയില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും മാറിപ്പോകയില്ല. ദൈവം നൽകുന്ന ഉറപ്പ് അത് അതൊരിക്കലും മാറിപ്പോകയില്ല. അത് പറഞ്ഞിട്ട് പറയുകയാണ്, നാം പ്രത്യാശയോടെ ശരണത്തിനായി ഓടി വന്നവർ. ശരണത്തിനായി ഓടി വന്നവർ. ഇത് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിലെ സങ്കേത നഗരത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം. പഴയ നിയമത്തിലെ സങ്കേത നഗരങ്ങൾ
ഈ സങ്കേത നഗരങ്ങളിൽ ഒരാള് അബദ്ധവശാൽ ഒരാളിനെ കൊന്നുപോകുമ്പോൾ അവിടേക്ക് ശരണത്തിനായി ഓടിപ്പോകുകയാണ്. തന്റെ പിറകെ അവനെ കൊല്ലുവാനായിട്ട് ആൾക്കാരുണ്ട്. എന്നാൽ ഈ സങ്കേത നഗരത്തിലേക്ക് ശരണത്തിനായിട്ട് ഓടിപ്പോവുകയാണ്. അങ്ങനെ ഓടിപ്പോയി ആ സങ്കേത നഗരത്തിൽ ശരണം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് രണ്ടുറപ്പുണ്ട്. രണ്ടുറപ്പുകൾ എന്തൊക്കെയാണ് ആ രണ്ടുറപ്പുകൾ? ഒന്ന്, അവിടെ സുരക്ഷിതത്വമാണ്. സുരക്ഷിതത്വം, ഭദ്രതയാ, സുരക്ഷിതത്വമാണ്. മറ്റൊന്ന്, അവിടെ ധൈര്യത്തോടെ അവന് ജീവിക്കാം. എന്നെ കൊല്ലാനായിട്ട് ഇവിടെ ആരും കയറി വരികയില്ല. ഇതാണ് ശരണത്തിനായി ഓടിപ്പോയ നാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശ എന്ന് പറയുന്നത് സുരക്ഷിതത്വമുള്ളതാണ്, ഭദ്രതയുള്ളതാണ്. അത് ആ പ്രത്യാശയുടെ ധൈര്യം നാം മുറുകെ പിടിച്ചു കൊള്ളണം. ഉറപ്പും ധൈര്യവും നൽകുന്നതാണ് കർത്താവിനെ കുറിച്ചുള്ള പ്രത്യാശ, അവന്റെ പുനരാഗമനത്തെ കുറിച്ചുള്ള കാര്യം. ഒരു വേദപണ്ഡിതനാണ് സാഫിർ. ഈ സാഫിർ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് പ്രത്യാശയുടെ മാതാവെന്നാണ്. വിശ്വാസം എത്രത്തോളം അറിയില്ല, വിശ്വാസം എന്ന് പറയുന്നത് പ്രത്യാശയുടെ മാതാവാണ്. എന്നാൽ ഈ വിശ്വാസമാകുന്ന മാതാവിനെ പ്രത്യാശയാകുന്ന മകൾ എന്ത് ചെയ്യുന്നതാണ്? പലപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മനസ്സിലാക്കണം, വിശ്വാസം എന്ന് പറയുന്നതാണ് ആര്? അമ്മ. പ്രത്യാശ എന്ന് പറയുന്നത് മകളാണ്. എന്നാൽ പലപ്പോഴും ഈ പ്രത്യാശ എന്ത് ചെയ്യും? വിശ്വാസത്തെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. എനിക്കത് വായിച്ചപ്പോൾ നല്ലൊരു ചിന്തയായിട്ട് എനിക്ക് തോന്നി. ഇതാണ് വിശ്വാസം, പ്രത്യാശ. ഈ പ്രത്യാശയെക്കുറിച്ച് ഇവിടെ ലേഖനകർത്താവ് പറയുന്ന 4 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒന്ന്, ഇറ്റ് ഈസ് ആങ്കർ ഓഫ് ഗോഡ്, ആങ്കർ ഓഫ് സോൾ, അല്ലെ? ആങ്കർ ഓഫ് സോൾ, ആത്മാവിന്റെ നങ്കൂരമാണ്. ഇത് ആത്മാവിന്റെ, ഈ വായിച്ച ഭാഗത്തുള്ളതാണ്, ആത്മാവിന്റെ നങ്കൂരമാണ്. രണ്ടാമത്, ഇത് നിശ്ചയമുള്ളതാണ്, ഷുവർ, മാറ്റമില്ലാത്തതാണ്. മറ്റൊന്ന്, നിശ്ചയമുള്ളതെന്ന് മാത്രമല്ല, ഇത് സ്ഥിരമുള്ളതാണ്, സ്റ്റെഡ്ഫാസ്റ്റ് ആണ്, അല്ലെ? സ്ഥിരമാണ്, ഒരു മാറ്റവും തുടർമാനമായിട്ട് നമ്മിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. മാത്രമല്ല, തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്ന പ്രത്യാശയാണ്. That enters into the inner places behind the curtain. തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്ന പ്രത്യാശ. ഇത് ആത്മാവിന്റെ നങ്കൂരമാ. നമ്മുടെ ആത്മാവിന്റെ നങ്കൂരം ഈ പ്രത്യാശയാകണം. എന്താ ഈ നങ്കൂരം? ആങ്കർ. ആങ്കർ എന്ന് പറഞ്ഞാൽ എന്താ? പിള്ളേർക്കറിയാമോ? മക്കൾക്കറിയാമോ? ആങ്കർ എന്ന് പറയുന്നത് എന്താണ്? കപ്പലിനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതാണ്, ഇല്ലേ? കപ്പല് ഈ കൊടുങ്കാറ്റും ഒക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ബോട്ടുകൾ ആയിക്കോട്ടെ, അത് ഈ നങ്കൂരം എടുത്തങ്ങ് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇടും. അങ്ങനെയല്ലേ? അങ്ങനെയാണ്, അല്ലേ? അല്ല, പറയുന്നത് തെറ്റുണ്ടോ? ഇല്ല. നങ്കൂര ഈ ആഴങ്ങളിലേക്കിടും. അപ്പോഴേ ഈ കാറ്റ് കടിച്ചാലും അതിനെ ഉലയ്ക്കാതെ പിടിച്ചു നിർത്തുന്നതാണ് ഈ നങ്കൂരം. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയാകുന്ന കൊടുങ്കാറ്റുകൾ അടിച്ച് നമ്മെ ഉലയ്ക്കുമ്പോൾ നമുക്കൊരു പ്രത്യാശയുണ്ട്. അത് ആത്മാവിന്റെ നങ്കൂരമാണ്. ഈ പ്രത്യാശയിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ പതിയണം, അവിടെ നമ്മുടെ ഹൃദയങ്ങൾ ഉറയ്ക്കണം. ആത്മാവിന്റെ നങ്കൂരമാണ് ഈ പ്രത്യാശ. എല്ലാ കഷ്ടതയിലും പ്രയാസങ്ങളിലും നമ്മെ പിടിച്ചു നിർത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ നങ്കൂരം എവിടെ ഉറപ്പിച്ചിരിക്കുന്നത്? കപ്പലിന്റെ നങ്കൂരമൊക്കെ ഈ ഭൂമിയിൽ ആഴത്തിന്, ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനും ചരിഞ്ഞു പോകാനും ചാഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ ഈ നങ്കൂരം ഉറപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? തിരശ്ശീലയ്ക്കകത്ത്. തിരശ്ശീലയ്ക്കകത്ത് നമ്മുടെ പ്രത്യാശയായ യേശു കർത്താവ് ഇരിക്കുന്ന സ്ഥലത്ത്. സ്തോത്രം! കർത്താവായ യേശു ക്രിസ്തു ഇരിക്കുന്ന ആ തിരശ്ശീലയ്ക്കകത്ത്, അല്ലേ? കർത്താവായ യേശു ക്രിസ്തു ഇപ്പം പ്രവേശിച്ചിരിക്കുന്ന എവിടെയാണ്? ആകാശങ്ങളിൽ കൂടി അവൻ പ്രവേശിച്ചിരിക്കുന്നു. പ്രവേശിച്ച് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു, ശ്രേഷ്ഠ മഹാപുരോഹിതനായി. അപ്പോൾ അവിടേക്കാണ് ഈ നങ്കൂരം ഇരിക്കുന്നത്. വിശ്വാസത്തിൽ ഈ പ്രത്യാശ അവിടേക്ക് കടക്കണം.
നമ്മുടെ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മുടെ വിശ്വാസമാകുന്ന പ്രത്യാശ, ഈ പ്രത്യാശ എവിടേക്ക് കിടക്കണം? ഈ തിരശീലയ്ക്കകത്ത് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ആ സ്ഥലത്തേക്ക് കിടക്കണം. അതുകൊണ്ടാണ് സ്തേഫാനോസ് കഷ്ടതകൾ വന്നപ്പോൾ, കല്ല് വന്നപ്പോൾ എല്ലാവരും പല്ലും കടിച്ചുകൊണ്ട് അവരെ നേരെ വന്നപ്പോൾ, കല്ലുകളുമായിട്ട് പാഞ്ഞു വന്നപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി, മനുഷ്യരെ അല്ല നോക്കിയത്. അപ്പോൾ അവിടെ കണ്ടത് എന്താണ്? സ്വർഗം തുറന്നിരിക്കുന്നതും കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ഇരിക്കുന്നവനല്ല, നിൽക്കുന്നവനായിട്ടും ദൈവം കണ്ടു. പ്രിയമുള്ളവരെ, അവിടേക്ക് നമുക്ക് വേണ്ടി ആദ്യം പ്രവേശിച്ച ഒരു വ്യക്തിയുണ്ട്. ഫോർറണ്ണർ എന്ന് പറയാം അല്ലേ? നമുക്ക് മുമ്പായിട്ട് ഒരു വ്യക്തി പ്രവേശിച്ചിരിക്കുകയാണ്. അതാരാണ്? നമ്മുടെ പ്രത്യാശയായ കർത്താവ് നമുക്ക് മുമ്പേ അവിടെ പ്രവേശിച്ചിരിക്കുകയാണ്. അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ട് ഇന്ന് ദൈവത്തിന്റെ വലത്തുഭാഗത്തുണ്ട്. അവൻ ജനത്തിന്റെ പ്രതിനിധിയായ മഹാപുരോഹിതനാണ്. ഒരു ജനത്തിന്റെ പ്രതിനിധി അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും അത് പല പ്രാവശ്യം പ്രവേശിക്കേണ്ടി വരും തന്റെ പാപത്തിന്റെ പരിഹാരത്തിനൊക്കെ വേണ്ടി. അതിനെക്കുറിച്ച് പറഞ്ഞാൽ സമയം തികയില്ല. എന്നാൽ ഇവിടെ ഇതെങ്ങനെയാണ് പ്രവേശിച്ചിരിക്കുന്നത്? അവിടെ പറയുന്നുണ്ട്, മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമാണ് അവൻ മഹാപുരോഹിതനായിട്ട് പ്രവേശിക്കും. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്ന് പറയാൻ പല കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. മൽക്കീസേദെക്കിന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല. മാത്രവുമല്ല, അവൻ ഒരേ സമയം എന്താണ്? പുരോഹിതനുമാണ്, രാജാവുമാണ്. അവൻ പുരോഹിതനായതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തത്. രാജാവായതുകൊണ്ടാണ് അവൻ അപ്പവും വീഞ്ഞുമായിട്ട് എതിരേച്ചു വന്നത്. അപ്പോൾ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്ന് പറഞ്ഞാൽ എന്താ? അവൻ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ പോരാ, ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് മുമ്പേ അവിടെ പ്രവേശിച്ചിരിക്കുകയാ. അവിടെയാണ് നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരം ഇരിക്കുന്നത്. നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരം അവിടെയാണ് ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ നിർത്തട്ടെ, സമയം കഴിഞ്ഞുവല്ലോ. നമ്മുടെ ജനം നമ്മുടെ പ്രതിനിധിയായിട്ട് ഇന്ന് അവിടെ പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്ക് അവിടത്തേക്ക് പ്രവേശനമുണ്ട്. നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കിയിരിക്കുന്നത് കൊണ്ട് നമുക്കും അവിടേക്ക് പ്രവേശനമുണ്ട്. പ്രിയമുള്ളവരെ, റോമർക്കെഴുതിയ ലേഖനം 5:3-5 വരെ വായിച്ചാൽ ഈ പ്രത്യാശ ഒരു വിശ്വാസിക്ക് കഷ്ടത അനുഭവിപ്പാനായിട്ട് ബലം നൽകുന്നു എന്നവിടെ കാണുന്നുണ്ട്. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, പ്രത്യാശയ്ക്കോ, നേരത്തെ വായിച്ചാണ്, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ഡസ് നോട്ട് പുട്ട് അസ് ഷെയിം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. നമ്മുടെ ഭാവിയൊക്കെ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഭാവിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അവസാനിപ്പിക്കട്ടെ, ഈ ഭാവി നമ്മുടെ കയ്യിലായിരുന്നെങ്കിലോ? നമ്മുടെ ഭാവി നമ്മുടെ കയ്യിൽ തന്നിരുന്നെങ്കിൽ എന്ത് കൊള്ളായിരുന്നില്ലേ? ഇത് കൊള്ളായിരുന്നോ? നമ്മുടെ ഭാവിയൊക്കെ നമ്മുടെ കയ്യിൽ തന്നാ എന്താ കാർത്തി സോര? അയ്യോ, എന്നേ നശിക്കുമായിരുന്നത്. അതിനെ നമ്മൾ നശിപ്പിക്കുമായിരുന്നു. ഇനി നമ്മുടെ ഭാവി എടുത്ത് സാത്താന്റെ കയ്യിൽ കൊടുത്താലോ? നമ്മുടെ ഭാവി എടുത്ത് സാത്താന്റെ കയ്യിൽ കൊടുത്താലോ? അവൻ നമ്മുടെ എവിടേക്ക് കൊണ്ടുപോകും? നാശത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും. എന്നാൽ നമ്മുടെ ഭാവി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ പോലുമല്ല, സാത്താന്റെ കയ്യിലുമല്ല. അവിടെ നിന്നും വിടുവിച്ച് ദൈവം തന്നെയാണ് സുരക്ഷിതമാക്കിയിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് ഇത് സുരക്ഷിതമായിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഒരുങ്ങണം. നമുക്ക് ഒരുങ്ങേണ്ട ആവശ്യമുണ്ട്. ഇതിനെക്കുറിച്ച് പ്രതിവാദം പറയണം. ഇതെല്ലാം നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങളാണ്. വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് പഠിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ നൽകട്ടെ. നമ്മുടെ പ്രത്യാശ ജീവനുള്ള പ്രത്യാശ മാത്രമല്ല, അവസാന നാളിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന, നമ്മുടെ രക്ഷയ്ക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന പ്രത്യാശ, നമ്മുടെ അവകാശമായി തീർന്നിരിക്കുന്ന പ്രത്യാശ. എത്ര ഭാഗ്യമുള്ളവരാണ് നമ്മൾ! ഒന്നാലോചിച്ചേ, ഈ പ്രത്യാശ ഉള്ളവരൊക്കെ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. നമ്മൾ എത്ര വിശുദ്ധിയോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, ഈ പ്രത്യാശയുള്ളവർ ദൈവത്തിനായിട്ട് അധികം ജാഗ്രതയോടുകൂടെ, ദൈവത്തിനായിട്ട് അധികം തീഷ്ണതയോടുകൂടെ പ്രവർത്തിക്കേണ്ടതും ജാഗരിക്കേണ്ടതും ആവശ്യമാണ്. ഇങ്ങനെ ഇരുന്നാലൊന്നും പോരാ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ അതിവിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.